ചേർത്തി പിടിക്കണം. എല്ലാറ്റിലും ഉപരി ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖൽബിയായ നിലക്ക് ബന്ധം സ്ഥാപിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിനും വേണ്ടത് ക്ഷമയാണ് കേട്ടോ. നബിതങ്ങളോട് ബന്ധമില്ലാത്ത ഖൽബാകരുത്. അല്ലാഹുവിന്റെ ഹബീബിനോട് ഹുബ്ബുള്ള ഖൽബാകണം. ആ ഹുബ്ബുള്ള ഖൽബിന്റെ വലിയ അടയാളമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തക്കേടാകുന്ന സംഗതികൾ വരാതെ സൂക്ഷിക്കലാ. അള്ളാഹുവിന്റെ ഹബീബിനത് പൊരുത്തമില്ലേ, അത് ഇഷ്ടമില്ലേ, എന്നാൽ എനിക്കത് വേണ്ട. നബിതങ്ങൾക്കത് ഇഷ്ടമാണോ, നബിതങ്ങൾക്കത് പ്രിയമാണോ, എന്നാൽ എനിക്കത് വേണം. അഫ്ളലുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഹറാമ് കാണുന്നത് മാറ്റിവെക്കണേ. അത് വീഡിയോയിലാണെങ്കിലും ശരി, അതേ മൊബൈലിലാണെങ്കിലും ശരി, അല്ലാതെയാണെങ്കിലും ശരി, ഹറാമിനോട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന ഏതെല്ലാം രംഗങ്ങളുണ്ടോ നിയന്ത്രിച്ച് 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 നമ്മുടെ കൽബിനെ സ്ഫുടം ചെയ്തെടുത്തിട്ട് അത്തരത്തിൽ ഒരു തീവ്രമായ എല്ലാവിധ വിഷയങ്ങളും കുറച്ചു വന്ന് പിന്നെ നമ്മുടെ കൽബിന് ഏറ്റവും കുളിരായി തണുപ്പായി വരേണ്ടത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നതാകണം. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഒരു അടയാളമുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, സയജഅലു ലഹുമുർ റഹ്മാനു മുത്താ. അല്ലാമ ഇമാമുന റാസി തങ്ങൾ തഫ്സീർ എഴുതിയില്ലേ, ഈമാനും സുഹൃതങ്ങളുമുള്ള ആളുകൾക്ക് അല്ലാഹു ഉദ്ദ് നൽകും. എന്താണ് ഉദ്ദെന്നറിയുമോ? തങ്ങളെപ്പറ്റി പറയാൻ, തങ്ങളെപ്പറ്റി ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും വാനോളം പറഞ്ഞു പറഞ്ഞ് കൽബിന് വല്ലാത്തൊരു തീബ്. തങ്ങളെ പറയുമ്പോ കൽബിനൊരു സുഗന്ധപൂരിതമായ അവസ്ഥ, തങ്ങളെ കേൾക്കുമ്പോൾ കൽബിന് വല്ലാത്തൊരു ഇഷ്ടം. അതുകൊണ്ട് തന്നെ തങ്ങളെപ്പറ്റി പറയുന്നതും കേൾക്കുന്നതും അതേ ഗദ്യമായും പദ്യമായും ഇഷ്ടമായി കണ്ടപ്പോ ഇനി ഒരു നടന്റെ ട്വീറ്റും വേണ്ട, ഒരാളുടെ ചിത്രവും വേണ്ട, ഒരു നടിയുടെ ഫോട്ടോയും വേണ്ട, അവളുടെ പാട്ടും വേണ്ട, അവളുടെ കിന്നാരവും വേണ്ട. ആ നിലക്ക് നമ്മുടെ കൽബിനെ സൂക്ഷിക്കണമെന്ന് അവസാനമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, നമ്മുടെ കൽബ് കേടുവരാൻ ഒരൊറ്റ കാര്യം കൂടി പറയുന്നു, നീട്ടുന്നില്ല. നിങ്ങൾ മഗ്‌രിബ് മുതൽക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഉമ്മമാരെ, ഉപ്പമാരെ, ലോകത്ത് ഏത് ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ, എത്ര വലിയ അഖ്താബികൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ, അവരെല്ലാവരും ഖൽബ് കൊടുത്തത് ആർക്കാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതല്ലേ ബൂസൂരി ഇമാം തങ്ങൾ പറയുന്നത്, വലൻ തറാ മിൻ വലിയിൻ ഗൈരി മുൻതസിരി ബിഹി വലാ മിൻ അദുവിൻ ഗൈരി മുൻഫസിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും മുഴുവൻ മഹാരഥന്മാരും നബിതങ്ങളിൽ നിന്ന് ഡയറക്റ്റായി സഹായം സ്വീകരിച്ചവരാ. അവരെ കൽബും വാക്കും സ്വഭാവവും പ്രവൃത്തിയും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടത്തിലാക്കിയതാ.
തങ്ങളെ കാണാൻ കൽബിന് കൊതി വേണം. തങ്ങളെ കണ്ടിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുതേ എന്ന് ദുആ ചെയ്യണം. ഹബീബായ തങ്ങൾ ദുആ ചെയ്തിരുന്നല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ യുദ്ധത്തിനയക്കുമ്പോ അല്ലാഹുമ്മ ലാ തുമിതിനി ഹത്താ തുരിയനി അലിയാ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ എനിക്ക് കാണിക്കുന്നത് വരെ എന്നെ മൗത്താക്കല്ലേ അല്ലാഹ്. ആഗ്രഹം കൽബിൽ വെച്ച് നടന്നാ മാത്രം പോരാ, ഇപ്പുറത്ത് പണിയെടുത്ത് 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 ത്വഹാറത്തുൽ ഖൽബുണ്ടാക്കി, കൽബിന്റെ ശുദ്ധിയുണ്ടാക്കി മരിക്കുന്നതിന്റെ മുമ്പ് തങ്ങളെ ഒന്ന് കാണണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഈ സമ്മേളന വേദി അള്ളാഹു അതിനൊരു സബബാക്കി തരട്ടെ. ഉമ്മമാരെ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഖിറത്തിൽ കാണാൻ വേണ്ടി ഏറെ നിസ്കരിച്ചു വെച്ച മഹദിയാ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഏറെ ഖുർആനിന്റെ ഖത്മ് തീർത്ത മഹദിയാ. അതേ, ധാരാളം മഹദിമാരും മഹത്തുക്കളും അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്നതിന് വേണ്ടി ദുനിയാവിൽ അധ്വാനിച്ച് പണിയെടുത്തുപോയി. തങ്ങളെ കണ്ട കണ്ണുകൊണ്ട് ഇനി മറ്റൊന്ന് കാണണ്ടാന്ന് കരുതിയിട്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായെന്ന വിവരം കിട്ടിയപ്പോ അല്ലാഹുവേ, കാണാൻ ഏറ്റവും വലിയ കാഴ്ച ഞാൻ കണ്ടല്ലോ, ഇനി എന്റെ കണ്ണിന്റെ കാഴ്ച നീ എങ്ങെടുത്തോ, ഇനി അല്ലാഹുവിന്റെ ഹബീബിനെയും നിന്നെയും ആഖിറത്തിലെത്തി കണ്ടാൽ മതി. അവരെ മഹബത്തൊന്ന് നോക്ക്, ശിഷ്ടകാല ജീവിതത്തിന് കാഴ്ച തടസ്സമാകുമെന്ന് കരുതിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗം കാരണം ആ രൂപത്തിൽ അവർ വർത്തിച്ചെങ്കിൽ ഉമർ ഖാലി തങ്ങളും മദ്ഹ് ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബിന്റെ വിളിക്ക് സ്വീകാര്യത നൽകിയില്ലേ. മലബാറിൽ നിന്ന് വന്ന ഒരാള് പരിശുദ്ധമായ റൗളത്തുൽ മുതഹ്ഹറയുടെ പരിശുദ്ധമായ ഹുജ്റത്തുൽ ശരീഫയുടെ കവാടം, ഭദ്രമായി പൂട്ടിയ കവാടം മഹബത്ത് കൊണ്ട് തുറപ്പിച്ചില്ലയോ? അതുകൊണ്ട് നബിതങ്ങളെ മഹബത്ത് വെക്കുക, സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക, അവിടുത്തെ മദ്ഹിന്റെ ഈരടികൾ എന്നെന്നും കൽബിലേക്കും കാതിലേക്കും വഴിഞ്ഞൊഴുക്കുക, അതിനെതിരായത് മുഴുവനും പുച്ഛിച്ചു തള്ളുക, അത്തരത്തിൽ ഒരു തീബുൽ ഖുലൂബ് ഉണ്ടാക്കിയെടുക്കുക. അതേ നമ്മൾ നന്നാകാൻ ഏക വഴിയുള്ളൂ. അനാവശ്യങ്ങൾ പെറ്റുപെരുകി വരുമ്പോ നമുക്കൊരു കാവൽ അല്ലാഹുവിന്റെ ഹബീബ് തന്നെയാ. ആ നിലക്ക് ചിന്തിച്ച് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് നല്ല നിലക്ക് ഞാനും നിങ്ങളും നന്നാകണം. മരിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തണ്ടുവിട പറയാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.